കൃഷ്ണ, നീ ചങ്ങാതിക്കടവ് ഗ്രാമത്തിൽ തന്നെയുണ്ടോ? ആ ഉണ്ട് മാഡം. കൃഷ്ണ, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഗാതമോൾക്ക് അവിടെ എവിടെയോ വെച്ചൊരു ആക്സിഡന്റ് പറ്റി. അവക്ക് കാലിന് പരിക്കുണ്ടെന്നാ പറയുന്നേ. ചങ്ങാതിക്കടവില് ഒരു ഹോസ്പിറ്റലില്ലേ, അവിടെയാ അവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും മോളെ. കൃഷ്ണയ്ക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ? അയ്യോ മാഡം, അത് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ കുട്ടി. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. അതിപ്പോ മാഡം ഞാൻ സഹായിക്കാന്ന് വെച്ചാല് ഫോണിൽ അതെന്തിനാ നിങ്ങളുടെ മോളെ സഹായിക്കാൻ കൃഷ്ണനെ വിളിക്കുന്നേ? നിങ്ങള്? ഞാൻ ഗോപാലനാ, ദുബായ് ഗോപാലൻ. നിങ്ങളുടെ മോക്ക് പരിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് അറിയണോ? ഇവിടെ കുറെ ഗുണ്ടകളെയും കൂട്ടി കൃഷ്ണയെ കൊല്ലാൻ വന്നതാ. കൃഷ്ണയെ കൊല്ലാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. ആ സംഘർഷത്തിലാ അവളുടെ കാലിന് പരിക്ക് പറ്റിയത്. നോ, ഗാതമോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അമ്മയ്ക്ക് ചിലപ്പോൾ മോളെ നല്ല വിശ്വാസമായിരിക്കും, പക്ഷേ ഞങ്ങൾക്കതില്ല. മോളെ നേരിട്ട് കാണുമ്പോഴേ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്, അപ്പം മനസ്സിലാകും നിങ്ങൾക്ക്. കൃഷ്ണയെ കൊല്ലാൻ വന്നവളെ കൃഷ്ണ തന്നെ പോയി രക്ഷിക്കണം. അത് എവിടുത്തനായ? നിങ്ങൾ ആ ഫോണൊന്ന് കൃഷ്ണയ്ക്ക് കൊടുത്തേ. ഈ കാര്യത്തിന് വേണ്ടിയേ കൃഷ്ണ ഭീഷണിപ്പെടുത്താണെന്ന് നോക്കണ്ട. അതൊക്കെ കുറെ കാലത്തിന് മുമ്പ് കേട്ടതാ. നിങ്ങൾ ആ ഫോണൊന്ന് കൃഷ്ണയ്ക്ക് കൊടുക്കൂ പ്ലീസ്. മാഡം, ഗോപാലൻ പറഞ്ഞ സത്യ കൃഷ്ണ? സത്യാണോന്ന്? അതെ മാഡം. അത് മാത്രമല്ല പ്രശ്നം, എനിക്കാണ് അപകടം പറ്റിയതെന്ന് കരുതി അച്ഛനാണ് ഗാദയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അച്ഛനവിടെ ഗാദയുടെ അടുത്ത് തന്നെ ഉണ്ട്. കൃഷ്ണ മാഡം, അതെങ്ങനെ ആദ്യം പറഞ്ഞത്? ഈ അവസ്ഥയില് എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മോളെ, ഗാഥ നിന്നോട് തെറ്റ് തന്നെയാ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിന്നോട് സോറി പറയാം. പക്ഷെ ഈ അവസ്ഥയെന്ന് എന്റെ മോളെ ഒന്ന് രക്ഷിച്ചേ പറ്റൂ. മതി സംസാരിച്ചത്. ഹലോ ഹലോ, എല്ലാ പരീക്ഷകളും കൂടി ഒരുമിച്ച് വരുവാണല്ലോ സിനി. മാഡം നല്ല ടെൻഷനിലാ. ഇങ്ങനൊരു വിഷവിത്തിനെ വളർത്തുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. എങ്ങനെ സഹായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കൃഷ്ണമോളെ, അബദ്ധം കാണിക്കരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നിന്റെ അച്ഛൻ നിന്നെ തേടി വന്ന സമയം അത് മറ്റാർക്കും വേണ്ടി ഇല്ലാതാക്കരുത് നീ.